BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഐമാക് കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com. നമസ്കാരം. BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനു കൃഷ്ണ. ഗസയിലെ ദുരിതമനുഭവിക്കുന്ന മനുഷ്യർക്ക് സഹായം എത്തിച്ച ബഹ്റൈൻ. റോയൽ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷന്റെ ഹോണററി പ്രസിഡന്റ് രാജാവ് ഹമദ് ബിൻ ഈസൽ ഖലീഫയുടെ നിർദ്ദേശപ്രകാരം മാനുഷിക കാര്യങ്ങൾക്കും യുവജന കാര്യങ്ങൾക്കുമുള്ള ഹമദ് രാജാവിന്റെ പ്രതിനിധി ഷെയ്ഖ് നാസർ ബിൻ ഹമദ് അൽ ഖലീഫയുടെ നേതൃത്വത്തിലാണ് സഹായങ്ങൾ എത്തിച്ചത്. ബഹ്റൈന്റെ കീഴിലുള്ള ഈ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ജോർദൻ ഹാർഷ്മൻ ചാരിറ്റി ഓർഗനൈസേഷനുമായി സഹകരിച്ചാണ് നടപ്പാക്കുന്നത്. ഹമദ് രാജാവിന്റെ സഹായം നൽകാനുള്ള നിർദ്ദേശത്തിന് RHF സെക്രട്ടറി ജനറൽ ഷെയ്ഖ് അലി ബിൻ ഖലീഫ അൽ ഖലീഫ നന്ദി അറിയിച്ചു. ഈ പ്രതിസന്ധി നിറഞ്ഞ സാഹചര്യത്തിൽ ഫലസ്തീൻ ജനതയോടുള്ള ഐക്യദാർഢ്യവും അവരെ പിന്തുണയ്ക്കാനുള്ള രാജ്യത്തിന്റെ പ്രതിബദ്ധതയും അദ്ദേഹം വ്യക്തമാക്കി. മെഡിക്കൽ ഉപകരണങ്ങൾ, മരുന്നുകൾ, ഭക്ഷണങ്ങൾ, കുട്ടികളുടെ അവശ്യവസ്തുക്കൾ, പുതപ്പുകൾ, വസ്ത്രങ്ങൾ, ടെന്റുകൾ എന്നിവയടങ്ങിയ സഹായ സാമഗ്രികളാണ് ഗസയിലേക്ക് അയച്ചത്. ബഹ്റൈനിലെ അറിയപ്പെടുന്ന ജീവകാരുണ്യ സംഘടനയായ കേരള ഗാലക്സി ജോലിയില്ലാത്തവർക്കും കുറഞ്ഞ വേതനത്തിൽ ജോലി ചെയ്യുന്നവർക്കും വേണ്ടി വർഷം തോറും നടത്തിവരുന്ന റമദാൻ കിറ്റ് വിതരണം ബഹ്റൈൻ മീഡിയ സിറ്റിയിൽ നടന്ന ചടങ്ങിൽ വിതരണം ചെയ്തു. സാമൂഹിക പ്രവർത്തകരായ ബഷീർ അമ്പലായി, BMC ചെയർമാൻ ഫ്രാൻസിസ് കൈതാരത്ത്, മൂനി ഒടിക്കണ്ടത്തിൽ, EV രാജീവൻ, അൻവർ നിലമ്പൂർ, AGP ജോയ്, അബ്ദുൽ മൻഷീർ, രഞ്ജിത്ത് കുരുവിള എന്നിവർ പങ്കെടുത്തു. കേരള ഗാലക്സി ചെയർമാൻ വിജയൻ കരുമല, ഉപദേശക സമിതി ചെയർമാൻ ഗഫൂർ മയ്യന്നൂർ, സെക്രട്ടറി വിനോദ് അരൂർ, എക്സിക്യൂട്ടീവ് മെമ്പർമാരായ ഷക്കീല മുഹമ്മദ് അലി, സുമേഷ്, ശരത്ത്, സതീഷ്, സീനത്ത് എന്നിവർ നേതൃത്വം നൽകി. വോയിസ് ഓഫ് ആലപ്പി ചാരിറ്റി വിങ്ങിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിരുന്ന രക്തദാന ക്യാമ്പ് ഇന്ന് നടക്കും. സൽമാനിയ ബ്ലഡ് ക്യാമ്പിൽ രാത്രി 7 മുതൽ 11 വരെയാണ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. റമദാൻ മാസത്തിലെ പുണ്യകർമ്മത്തിൽ പങ്കെടുക്കാൻ സാധിക്കുന്നവർക്ക് സൽമാനിയ ബ്ലഡ് ബാങ്കിൽ നേരിട്ടെത്തി രക്തദാനം നടത്താവുന്നതാണെന്നും ഭാരവാഹികൾ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് 39348814 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ബഹ്റൈനിലെ സൗഹൃദങ്ങൾക്ക് പ്രാധാന്യം നൽകി പ്രവർത്തിക്കുന്ന VR1 കൂട്ടായ്മയുടെ കുടുംബ സംഗമവും നോമ്പുതുറയും ഹുറയിലെ ചാരിറ്റി ഹാളിൽ നടന്നു. 100-ൽ പരം അംഗങ്ങൾ പങ്കെടുത്ത നോമ്പുതുറയ്ക്ക് ഷിഹാബ് കറുകപ്പുത്തൂർ റമദാൻ സന്ദേശം നൽകി. അഡ്മിന്മാരായ ഇസ്മയിൽ ദുബൈപ്പടി, അഫ്സൽ അബ്ദുള്ള, ഇസ്മയിൽ തിരൂർ, അഷ്റഫ് തൃശൂർ എന്നിവരും കമ്മിറ്റി അംഗങ്ങളായ അരുൺ ഷഫീൽ യൂസഫ്, റാഫി തൃശൂർ, നാസർ ഹലീമാസ്, അഫ്സൽ ആബിദ് താനൂർ എന്നിവരും നേതൃത്വം നൽകി. രാജ്യത്ത് രൂക്ഷമായ ഗതാഗത പ്രതിസന്ധി പരിഹാരത്തിനായി പ്രത്യേക സംഘത്തെ നിയമിക്കാനൊരുങ്ങി സർക്കാർ. ബഹ്റൈനിലെ നിലവിലുള്ള ഗതാഗത സാഹചര്യങ്ങളെക്കുറിച്ച് സമഗ്ര പഠനം നടത്തുക, ഗതാഗത കുരുക്ക് നിയന്ത്രിക്കാനായി ഫലപ്രദമായ മറ്റ് മാർഗങ്ങൾ കണ്ടെത്തുക എന്നിവയാണ് സംഘത്തിന്റെ ദൗത്യം. രാജ്യത്തെ റോഡുകളിൽ കാണപ്പെടുന്ന വാഹനങ്ങളുടെ നീണ്ട നിര, ക്രമരഹിതമായ ഡ്രൈവിംഗുകൾ, വാഹനങ്ങൾ വർദ്ധിച്ച സാഹചര്യം എന്നിവയുടെ പരിഹാര നടപടികൾ ചർച്ച ചെയ്യാനായി ട്രാഫിക് കൗൺസിലിന്റെ നേതൃത്വത്തിൽ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് സംഘത്തെ നിയമിക്കാനുള്ള തീരുമാനമെടുത്തത്. ആഭ്യന്തരമന്ത്രിയും ട്രാഫിക് കൗൺസിൽ ചെയർമാനുമായ ജനറൽ ഷെയ്ഖ് റാഷിദ് ബിൻ അബ്ദുള്ള അൽ ഖലീഫയുടെ അധ്യക്ഷതയിലായിരുന്നു യോഗം. യോഗത്തിൽ ഗതാഗത ടെലികമ്മ്യൂണിക്കേഷൻ മന്ത്രി, മരാമത്ത് മന്ത്രി, ഭവന നഗരാസൂത്രണ മന്ത്രി, വിദ്യാഭ്യാസ മന്ത്രി, ആഭ്യന്തര മന്ത്രാലയത്തിലെ നിയമനിർമ്മാണ അതോറിറ്റി കാര്യങ്ങൾക്കായുള്ള അണ്ടർ സെക്രട്ടറി, ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് ട്രാഫിക് ഡയറക്ടർ ജനറൽ എന്നിവർ പങ്കെടുത്തു. റോഡ് സുരക്ഷ വർദ്ധിപ്പിക്കാൻ തുടർച്ചയായ ശ്രമങ്ങൾ ആവശ്യമാണെന്നും ആഭ്യന്തരമന്ത്രി യോഗത്തിൽ പറഞ്ഞു. ഗതാഗത കുരുക്ക് പരിഹരിക്കാൻ വാഹനത്തിന്റെ എണ്ണത്തെക്കുറിച്ചുള്ള വിശകലനം, സുരക്ഷാ മാനദണ്ഡങ്ങൾ, ട്രാഫിക് നിയമങ്ങൾ, ഗതാഗത മാനേജ്മെന്റിനായി സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തൽ, റോഡുകളുടെ വികസനം, പൊതുഗതാഗതത്തെ പ്രോത്സാഹിപ്പിക്കൽ എന്നിവ യോഗം ചർച്ച ചെയ്തു. ഇതേക്കുറിച്ച് സമഗ്ര പഠനം ആവശ്യമാണെന്നും ആഭ്യന്തരമന്ത്രി പറഞ്ഞു. പ്രതിസന്ധി പരിഹരിക്കാനായി ആഗോളതലത്തിൽ നടപ്പാക്കിയ പദ്ധതികളെ പഠന വിധേയമാക്കി രാജ്യത്ത് നടപ്പാക്കാനുള്ള സാധ്യതകളെ തേടുക എന്നതാണ് സംഘത്തെ നിയമിക്കുന്നതിലുള്ള പ്രധാന ലക്ഷ്യം. മുൻഗണനേതര വിഭാഗത്തിലുള്ള നീല, വെള്ള റേഷൻ കാർഡ് ഉടമകൾക്ക് സബ്സിഡി ഇനത്തിൽ നൽകുന്ന റേഷൻ അരിയുടെ വില കൂട്ടണമെന്ന് സർക്കാർ സമിതിയുടെ ശുപാർശ. നിലവിൽ 1 കിലോഗ്രാമിന് 4 രൂപ തോതിൽ നൽകുന്ന അരിയുടെ വില 6 രൂപയാക്കി ഉയർത്തണമെന്നാണ് ആവശ്യം. സർക്കാർ 8 രൂപയ്ക്ക് വാങ്ങുന്ന അരിയാണ് നിലവിൽ സബ്സിഡി നിരക്കിൽ വിതരണം ചെയ്യുന്നത്. നിർദ്ദേശിച്ചത് പ്രകാരമുള്ള വില വർധന നടപ്പാക്കിയാൽ പ്രതിമാസം 3 കോടി രൂപ അധികം കണ്ടെത്താനാകുമെന്നും സർക്കാർ സമിതി പറയുന്നു. മുൻഗണനേതര വിഭാഗത്തിൽ നിന്ന് മാസം 1 രൂപ വീതം സെസ് പിരിക്കാൻ ഭക്ഷ്യ
പൊതുവിതരണ വകുപ്പ് ആലോചിക്കുന്നുണ്ട്. റേഷൻ വ്യാപാരി ക്ഷേമനിധിയിലേക്ക് പണം കണ്ടെത്താനാണിത്. ആദ്യഘട്ടത്തിൽ 1 വർഷത്തേക്ക് സെസ് പിരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. 1 വർഷം കൊണ്ട് 4 കോടി ഇത്തരത്തിൽ ലഭിക്കുമെന്നാണ് സർക്കാർ കണക്ക് കൂട്ടുന്നത്. നേരത്തെ ജനങ്ങളുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് സെസ് പിരിക്കുമെന്നും CPM സംസ്ഥാന സമ്മേളനത്തിലെ നയരേഖയിൽ വ്യക്തമാക്കിയിരുന്നു. റേഷൻ കടകളുടെ പ്രവർത്തന സമയം 9 മുതൽ 1 മണി വരെയും വൈകിട്ട് 4 മുതൽ 7 വരെയാക്കി പുനഃക്രമീകരിക്കാനും സർക്കാർ സമിതി നിർദ്ദേശമുണ്ട്. വെള്ളക്കാർഡ് ഉടമകൾക്കുള്ള അരിയുടെ വിലയായി വ്യാപാരികൾ അടയ്ക്കുന്ന 60 പൈസ വ്യാപാരി ക്ഷേമത്തിനായി പ്രയോജനപ്പെടുത്താനും ശുപാർശയുണ്ട്. അരിവില കൂട്ടുകയോ സെസ് പിരിക്കുകയോ ഏതെങ്കിലും ഒന്ന് മാത്രമാകും നടപ്പാക്കുകയെന്നാണ് വിവരം. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല പരിസരത്ത് പോലീസ് നടത്തിയ മിന്നൽ പരിശോധനയിൽ കഞ്ചാവുമായി വിദ്യാർത്ഥി പിടിയിൽ. ഭാരത് മാതാ കോളേജിലെ 2ാം വർഷ വിദ്യാർത്ഥി മുഹമ്മദ് സൈദലിയാണ് പിടിയിലായത്. ഇയാളിൽ നിന്ന് 2 ഗ്രാം കഞ്ചാവാണ് പിടികൂടിയത്. കളമശ്ശേരി പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച വിദ്യാർത്ഥിയെ സ്റ്റേഷൻ ജാമ്യത്തിൽ രാത്രി തന്നെ വിട്ടയച്ചു. കൊല്ലം സ്വദേശിയാണ് സൈദലി. കുസാറ്റിന് സമീപത്തെ സ്വകാര്യ ഹോസ്റ്റലുകളിലും PGകളിലുമാണ് പ്രത്യേക സംഘം പരിശോധന നടത്തിയത്. വേഷം മാറിയും സ്വകാര്യ വാഹനങ്ങളിലുമാണ് പോലീസ് സംഘം എത്തിയത്. അതേസമയം ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി വെള്ളിയാഴ്ച സംസ്ഥാന വ്യാപകമായി നടത്തിയ സ്പെഷ്യൽ ഡ്രൈവിൽ 234 പേർ അറസ്റ്റിലായി. വിവിധ തരത്തിലുള്ള നിരോധിത മയക്കുമരുന്ന് കൈവശം വെച്ചതിന് 222 കേസ് രജിസ്റ്റർ ചെയ്തു. മയക്കുമരുന്ന് വിൽപ്പനയിൽ ഏർപ്പെടുന്നതായി സംശയിക്കുന്ന 2362 പേരെയാണ് പരിശോധനയ്ക്ക് വിധേയമാക്കിയത്. 11.9 ഗ്രാം MDMA, 6.171 കിലോ കഞ്ചാവ്, 167 കഞ്ചാവ്, ബീഡി എന്നിവ പിടിച്ചെടുത്തു. നിരോധിത മയക്കുമരുന്നുകളുടെ സംഭരണത്തിലും വിപണനത്തിലും ഏർപ്പെട്ടവരെ കണ്ടെത്തി കർശന നിയമ നടപടികൾ സ്വീകരിക്കാനാണ് സംസ്ഥാന വ്യാപകമായി ഓപ്പറേഷൻ ഡി ഹണ്ട് നടത്തിയത്. ആശാപ്രവർത്തകർക്ക് മാസത്തിൽ 2000 രൂപ അധിക വേതനം നൽകുന്നതിന് പദ്ധതി പ്രഖ്യാപിച്ച പെരുവയൽ ഗ്രാമപഞ്ചായത്ത് ബജറ്റ്. പഞ്ചായത്തിലെ 25 ആശാ വർക്കർമാർക്ക് പദ്ധതി തയ്യാറാക്കുന്നതിന് സർക്കാരിന്റെ പ്രത്യേക അനുമതി തേടും. അനുമതി ലഭിച്ചാൽ ഉടൻ നടപ്പാക്കുമെന്നും വൈസ് പ്രസിഡന്റ് PK ഷറഫുദ്ദീൻ ബജറ്റ് പ്രസംഗത്തിൽ പ്രഖ്യാപിച്ചു. സർക്കാരാണ് വേതനം വർദ്ധിപ്പിക്കേണ്ടത്. പഞ്ചായത്തിന് ഫണ്ടിന്റെ പരിമിതിയുണ്ട്. എങ്കിലും ആശാപ്രവർത്തകരുടെ ന്യായമായ ആവശ്യം സർക്കാരുകൾ പരിഗണിക്കുന്നതുവരെ ആശ്വാസ പദ്ധതിയായി നടപ്പാക്കുന്നതിനുള്ള അനുമതിയാണ് തേടുകയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഈ വാർത്തയോട് കൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് iMac കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com.